രാമായണ പാരായണം ഇന്ന് 13-ാം ദിവസം. ഭരത ശത്രുഘ്നന്മാർ ശ്രീരാമന്റെ പാദപൂജ ചെയ്യുന്ന ചിത്രമാണ് ഞാൻ ഇന്ന് വരക്കുന്നത്. ദശരഥ മഹാരാജാവ് സ്വർഗലോകം. മക്കൾ ആരും തന്നെ അടുത്തില്ല. വസിഷ്ഠ മഹർഷിയോട് ആലോചിച്ച് സുമന്ത്രർ രാജ്യത്ത് വസിക്കുന്ന ഭരതനെയും ശത്രുഘ്നെയും വരുത്തുവാൻ ആളെ അയക്കുകയും ചെയ്തു. ഭരതശത്രുഘ്നന്മാർ അയോധ്യയിലെത്തുകയും ഭരതൻ കൈകേയി മാതാവിൽ നിന്ന് രാമലക്ഷ്മണന്മാർ കാട്ടിലേക്ക് പോയതും ശ്രീരാമാഭിഷേകം മുടങ്ങിയതുമായ സംഭവം മനസ്സിലാക്കുകയും അമ്മയെ ശകാരിച്ച് കൗസല്യ മാതാവിന്റെ അടുത്ത് ചെല്ലുകയും ചെയ്തു. മന്ത്രിമാരെയും രാജഗുരുവിനെയും കൊന്നിട്ടാണെങ്കിലും രാമാഭിഷേകം നടത്തണമെന്ന് കൗസല്യയോട് പറയുകയും എന്നാൽ കൗസല്യ അത് തടയുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഭരതൻ അടുത്ത ദിവസം തന്നെ രാമലക്ഷ്മണന്മാരെ കാണാൻ എല്ലാവരുമായി യാത്രയാവുകയും ചെയ്തു. വനത്തിൽ ചെന്ന് ജ്യോത്സ്യൻ തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും രാമൻ അച്ഛൻ്റെ വാക്ക് അനുസരിക്കണമെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. എന്നാൽ ഭരതൻ ആ പാതകം തരണമെന്നും അത് പ്രതീകമായി പൂജ ചെയ്ത് ഭരിക്കാമെന്നും പറഞ്ഞു. 14 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിൽ തീയിൽ ചാടി മരിക്കുമെന്നും ഭരതൻ പ്രതിജ്ഞ ചെയ്തു. ശ്രീരാമൻ അത് സമ്മതിക്കുകയും തൻ്റെ പാതകം ഭരതനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചു യാത്രയായി. ഭരതന്റെ വനയാത്ര. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടും കൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന. സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമാനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയപുത്രീ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നതാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാർ.